ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വില്ലേജ് ഓഫ് വാട്ടർ മിൽസ് എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന ഗ്രാമർ ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ 8ാം ക്ലാസ്സിലെ ലാസ്റ്റ് പോർഷൻ ആണിത്. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി 1 നോക്കാം. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റോറി ആയിട്ടുള്ള എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന സ്റ്റോറിയിലെ 2 സെന്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. Her eyes sparkled, but her face had lost its color. Something almost worth the honor of belonging to him. ഇതാണ് ഈ 2 സെന്റൻസ്. Did you notice the spelling of the highlighted words? ഇവിടെ 2 വാക്കുകൾ ഈ 2 സെന്റൻസിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഏതാണത്? കളർ ആൻഡ് ഓണർ. ഈ 2 വാക്കുകളും നമ്മൾ പഠിച്ചിരിക്കുന്ന സ്പെല്ലിംഗ് അല്ല അല്ലെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ COLOUR ആണ് കളർ എന്ന് പറയുന്ന സ്പെല്ലിംഗ്. അതുപോലെ തന്നെ HONOUR ആണ് ഓണറിന്റെ സ്പെല്ലിംഗ്. അപ്പൊ എന്തായിരിക്കും ഈ സ്പെല്ലിങ്ങിന്റെ ഡിഫറൻസ് വന്നതെന്ന് നോക്കാം. Here, the words are spelled as in US or North American English. ഇവിടെ അമേരിക്കൻ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ COLOUR എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഇവിടെ COLOR എന്ന് പറയുന്നത് അമേരിക്കൻ അല്ലെങ്കിൽ US ഇംഗ്ലീഷും ആണ്. In British English, these words are written as honor, HONOUR and COLOUR. COLOUR എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും COLOR എന്നാണ് കളറിന്റെ സ്പെല്ലിംഗ് എങ്കിൽ അത് അമേരിക്കൻ അല്ലെങ്കിൽ US ഇംഗ്ലീഷും ആണ്. The table below lists some common English words that are spelled differently in British and North American English. Complete it and add more to the list. അപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും US ഇംഗ്ലീഷിലും സ്പെല്ലിംഗിൽ വരുന്ന ഡിഫറൻസുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ സ്പെല്ലിംഗിൽ ഡിഫറൻസ് ഉള്ള മറ്റ് വേർഡ്സും കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ബോക്സ് നോക്കാം. അതിൽ ആദ്യത്തെ ടേബിളിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷും രണ്ടാമത്തത് US ഇംഗ്ലീഷും ആണ്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? ലേബർ. ലേബർ എന്നുള്ളതിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ LABOUR ആണ്. അമേരിക്കൻ ഇംഗ്ലീഷിൽ വരുമ്പോൾ LABOR ആണ്. നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു പാറ്റേൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. OUR ആണ് ബ്രിട്ടീഷ് എങ്കിൽ OR ആണ് US ഇംഗ്ലീഷിൽ വരുന്നത്. ഇനി അതുപോലെ ട്രാവലിംഗ് എന്നുള്ളത് US ഇംഗ്ലീഷിൽ വരുമ്പോൾ TRAVELING ഒരു L ആണ് വരുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണെങ്കിലോ TRAVELLING ഡബിൾ L ആണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ വരുന്നത്. അടുത്തത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ തിയേറ്റർ എന്നുള്ള വേർഡാണ്. തിയേറ്ററിന്റെ സ്പെല്ലിംഗ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? THEATRE. അത് US ഇംഗ്ലീഷിൽ വരുമ്പോൾ THEATER ആണ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2 സ്പെല്ലിങ്ങും തിയേറ്റർ അല്ലെങ്കിൽ ലേബർ എന്നുള്ള വേർഡിനൊക്കെ കാണാം. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഒന്ന് US ഇംഗ്ലീഷും ആണ്. അപ്പൊ തിയേറ്റർ എങ്ങനെയാണ്? TRE ആണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ലാസ്റ്റ് വരുന്നത്. US അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് വരുമ്പോൾ TER ആണ് ലാസ്റ്റ് വരുന്നത്. അടുത്തത് ജൂവലറി എന്നുള്ള വേർഡാണ്. അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ വരുമ്പോൾ JEWELLERY ആണ്. US ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? JEWELRY ആണ്. അതാണ് ഡിഫറൻസ്. അടുത്തത് പ്രോഗ്രാം എന്നുള്ള വേർഡാണ്. പ്രോഗ്രാം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ വരുമ്പോൾ PROGRAMME. US ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? PROGRAM അങ്ങനെയാണ് വരുന്നത്. ഇനി ഇതുപോലെയുള്ള മറ്റ് വേർഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു എക്സാമ്പിൾ ആണ് സെന്റർ എന്നുള്ള വേർഡ്. നമ്മൾ തിയേറ്റർ പറഞ്ഞ പോലെ തന്നെയാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ CENTRE ലാസ്റ്റ് TRE വരുന്നത് കണ്ടോ. അത് US ഇംഗ്ലീഷിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? CENTER ആണ്. അതാണ് US ഇംഗ്ലീഷും UK ഇംഗ്ലീഷും തമ്മിലുള്ള ഡിഫറൻസ്. ലാസ്റ്റ് TRE ആണെങ്കിൽ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും US ഇംഗ്ലീഷ് ആണെങ്കിൽ TER ആണ് വരുന്നത്. അടുത്തത് ഓർഗനൈസ് എന്നുള്ള വേർഡാണ്. ഓർഗനൈസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പല സ്ഥലങ്ങളിലും എസും അതുപോലെ തന്നെ സെഡും എഴുതുന്നത്. അപ്പോൾ ഓർഗനൈസ് S വരികയാണെങ്കിൽ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും ORGANIZE ആണെങ്കിൽ അത് US ഇംഗ്ലീഷും ആണ്. അടുത്തത് മീറ്റർ എന്നുള്ളതാണ്. മീറ്റർ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ തിയേറ്ററിന്റെയും സെന്ററിന്റെയും എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ METRE വരുമ്പോൾ അത് UK ഇംഗ്ലീഷും METER വരുമ്പോൾ അത് US ഇംഗ്ലീഷും ആണ്. ഇതാണ് US ഇംഗ്ലീഷും UK ഇംഗ്ലീഷും തമ്മിലുള്ള സ്പെല്ലിങ്ങിന്റെ ഡിഫറൻസ് വരുന്ന വാക്കുകളും പിന്നെ അതിന് കുറച്ചുകൂടി എക്സാമ്പിൾസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, ഇങ്ങനത്തെ ചോദ്യങ്ങൾ എക്സാമിന് വന്നാലും എഴുതാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 വരുന്നത് ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ്. വീണ്ടും എ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന കഥയിലെ ഒരു സെന്റൻസ് ആണ്. ഇൻ ദ ഹാൾ ബിലോ വാസ് എ ലെറ്റർ ബോക്സ് ടു സ്മോൾ ടു ഹോൾഡ് എ ലെറ്റർ. അപ്പൊ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്യം ഏതാണ്? ലെറ്റർ ബോക്സ് ആണ് അല്ലെ. അവിടെ ലെറ്റർ ബോക്സിന്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. Can you break the highlighted word into 2 separate words? What are these words? അപ്പൊ ലെറ്റർ ബോക്സ് എന്നുള്ള ഈ വാക്കിനെ, ഈ ഹൈലൈറ്റ് ചെയ്ത വാക്കിനെ 2 ഭാഗങ്ങളായിട്ട് 2 വാക്കുകളാക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പറ്റുമല്ലോ. എങ്ങനെയാണ്? ലെറ്റർ ബോക്സ്. ഈ 2 വാക്കുകൾ ചേർത്തിട്ടാണ് ലെറ്റർ ബോക്സ് എന്നുള്ള ഒരു വാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ലെറ്റർ ആൻഡ് ബോക്സ്, അതാണ് നമുക്കത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന 2 വാക്കുകൾ.
വാട്ട് ഡിഫറൻസ് ഡിഡ് യു നോട്ടീസ് വെൻ ദ വേർഡ്സ് ആർ കമ്പൈൻഡ്? അപ്പൊ ഈ വാക്കുകളെ യോജിപ്പിച്ചപ്പോൾ നമ്മൾ എന്ത് വ്യത്യാസമാണ് ഇവിടെ കണ്ടത്? ഈ രണ്ട് വാക്കുകളെ യോജിപ്പിച്ചപ്പോൾ പുതിയൊരു വാക്ക് അവിടെ ഉണ്ടായില്ലേ? ഒരു വ്യക്തമായിട്ടുള്ള ഒരു അർത്ഥമുള്ള ഒരു പുതിയ വാക്കുണ്ടായി. ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്താണ്. ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെട്ടിയാണ് നമ്മൾ ബോക്സ് എന്ന് പറയാം. അപ്പോൾ ലെറ്റർ ആൻഡ് ബോക്സ് ഈ രണ്ട് വാക്കുകൾ കമ്പൈൻ ചെയ്തപ്പോൾ ലെറ്റർ ബോക്സ് എന്നുള്ളൊരു പുതിയ വാക്ക് അവിടെ ഉണ്ടായി. അതിനൊരു മീനിങ് കൂടി ഉണ്ട്. നമ്മൾ കത്തുകൾ ഇടാനായിട്ട് യൂസ് ചെയ്യുന്ന ബോക്സ് എന്നുള്ളൊരു മീനിങ് അവിടെ വരുന്നുണ്ട്. ന്യൂ വേർഡ് ഫോംഡ് വിത്ത് എ സ്പെസിഫിക് മീനിങ്, കൃത്യമായിട്ട് ഒരു അർത്ഥമുള്ള ഒരു വാക്കാണ് അവിടെ ഉണ്ടാവുന്നത്. The word letterbox is formed by joining the words letter and box. Letterbox is a compound word. അപ്പോൾ ഈ രണ്ട് വാക്കുകളെ ജോയിൻ ചെയ്തിട്ടുണ്ടായ ലെറ്റർ ബോക്സ് എന്നുള്ള വാക്ക് ഒരു കോമ്പൗണ്ട് വേർഡ് ആണ്. ഇവിടെ രണ്ട് വാക്കുകളെയാണ് അല്ലെ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. അപ്പൊ എന്താണ് കോമ്പൗണ്ട് വേർഡ്, അതുപോലെ എത്ര തരം കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ടെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. Compound words are formed when two or more words combine to create a word with a specific meaning. എപ്പോഴാണ് ഒരു കോമ്പൗണ്ട് വേർഡ് ഉണ്ടാവുന്നത്? രണ്ടോ അതിലധികമോ വാക്കുകൾ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് ഒരു അർത്ഥമുള്ള ഒരു വാക്ക് ഉണ്ടാവുമ്പോഴാണ് അവിടെ ഒരു കോമ്പൗണ്ട് വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. കോമ്പൗണ്ട് വേർഡ്സ് യൂഷ്വലി ക്യാരി ദ മീനിങ് ഓഫ് ദ സെപ്പറേറ്റ് വേർഡ്സ്. നമ്മൾ ജോയിൻ ചെയ്ത ആ സെപ്പറേറ്റ് വാക്കുകളുടെ അർത്ഥം തന്നെയാണ് കോമ്പൗണ്ട് വേർഡിൽ വരുന്നത്. ഇപ്പോൾ ലെറ്റർ ബോക്സ് എന്നുള്ള രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തപ്പോൾ നമുക്ക് ലെറ്റർ ബോക്സ് എന്നുള്ള വാക്ക് കിട്ടി. കത്തുകൾ ഇടാൻ ഉപയോഗിക്കുന്ന ഒരു ബോക്സ് എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പൊ അതാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ഇനി എത്ര തരം കോമ്പൗണ്ട് വേർഡ് ഉണ്ട് നമുക്ക് നോക്കാം. Letter box, electric bell and 22 are three compound words you would have noticed in the story. ഇപ്പൊ നമ്മുടെ A Tale of Two Gifts എന്ന സ്റ്റോറിയിൽ കണ്ട കോമ്പൗണ്ട് വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെറ്റർ ബോക്സ്, ഇലക്ട്രിക് ബെൽ, 22. അപ്പൊ ഈ മൂന്ന് വാക്കുകൾക്കും എന്ത് ഡിഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്? ലെറ്റർ ബോക്സ് എന്ന് പറയുന്ന വാക്ക് നോക്കാം. ലെറ്റർ പ്ലസ് ബോക്സ് എന്നുള്ള രണ്ട് വാക്കുകളാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അവിടെ അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഇല്ല അല്ലെ, ഒരു സിംഗിൾ വേർഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇലക്ട്രിക് ബെൽ എന്നുള്ള വാക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ബെൽ രണ്ടും വേറെ വേറെ വാക്കുകളായിട്ടാണ് നിൽക്കുന്നത്. ഇടയിൽ ഒരു സ്പേസ് വരുന്നുണ്ട്. അടുത്തത് 22 എന്നുള്ള വാക്കാണ്. 22 വരുമ്പോൾ 20 and 2 ഈ രണ്ട് വാക്കുകളുടെ ഇടയിൽ നമുക്കൊരു ഹൈഫൻ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഈ മൂന്ന് വാക്കുകളും തമ്മിലുള്ള ഡിഫറൻസസ്. അതിന്റെ അർത്ഥം ഇത് മൂന്ന് ടൈപ്പ് കോമ്പൗണ്ട് വേർഡ്സ് എന്നാണ്. എന്താണ് ഇതിന്റെ പേര് നമുക്ക് നോക്കാം. There are 3 types of compound words. 3 ടൈപ്പ് കോമ്പൗണ്ട് വേർഡ്സ് ആണുള്ളത്. ആദ്യത്തേത് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് ആണ്. Open compound words with a space between the words as in electric bell, closed compound words with no space between them, letterbox, and hyphenated compound words 22. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രണ്ട് വാക്കുകളുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതാണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. അതിന് എക്സാമ്പിൾ ഏതാണ്? ഇലക്ട്രിക് ബെൽ ആണ് അതിന് എക്സാമ്പിൾ. അടുത്തത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് ആണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളുടെ ഇടയിൽ ഒരു സ്പേസ് ഇല്ലാത്തതിനെയാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. അത് ഏതാണ് ഇവിടെ വരുന്നത്? ലെറ്റർ ബോക്സ് ആണ് അതിന് എക്സാമ്പിൾ. ഇനി ഹൈഫണേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയിൽ രണ്ട് വാക്കുകളുടെ ഇടയിലും ഒരു ഹൈഫൺ വരുന്നതിനെയാണ് ഹൈഫണേറ്റഡ് എന്ന് പറയുന്നത്. 22 എന്നുള്ള രണ്ട് വാക്കുകളുടെ ഇടയിൽ ഹൈഫൺ വരുന്നുണ്ട്. 20 and 2 എന്നീ രണ്ട് വാക്കുകളുടെ ഇടയിൽ. അതുകൊണ്ട് 22 ഒരു ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് ആണ്. ഇനി ബി ആക്ടിവിറ്റി എന്താണ്? ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് വേർഡ്സ് ഇൻ ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അപ്പൊ നമുക്ക് സ്റ്റോറിയിൽ നിന്നും അല്ലാതെയും കുറച്ച് കോമ്പൗണ്ട് വേർഡ്സിന്റെ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാം. ആദ്യത്തേത് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് ആണ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളുടെ ഇടയിൽ സ്പേസ് വരുന്നതാണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്. ഏതൊക്കെയാണ്? ഇലക്ട്രിക് ബെൽ, ക്രിസ്മസ് ഗിഫ്റ്റ്, ഗോൾഡ് വാച്ച്, പോസ്റ്റ് ഓഫീസ്. ഇതൊക്കെയാണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് വരുന്നത്. ഇലക്ട്രിക് ബെൽ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടാണ്. അതിനൊരു സ്പെസിഫിക് മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ഗിഫ്റ്റ്, ക്രിസ്മസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്. ഗോൾഡ് വാച്ച്, സ്വർണത്തിന്റെ വാച്ച്. പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് വരുന്ന അല്ലെങ്കിൽ തപാലുകളൊക്കെ വരുന്ന ഒരു ഓഫീസ് എന്നുള്ള ഒരു അർത്ഥമാണ് പോസ്റ്റ് ഓഫീസിൽ വരുന്നത്. അടുത്തത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വാക്കുകളുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവില്ല, അതിന് സ്പെസിഫിക് ആയിട്ടൊരു മീനിങ്ങും ഉണ്ടാവും. ഏതൊക്കെയാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് വരുന്നത്? ലെറ്റർ ബോക്സ്, വാട്ടർഫോൾ, സ്കൂൾ ബോയ്, ഹെയർ കട്ട്. ഇതൊക്കെയാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സിൽ വരുന്നത്. അടുത്തത് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് ആണ്. ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് ഇവിടെ ഓൾറെഡി ഒരെണ്ണം തന്നത് ഏതാണ്? 22. അതുപോലെ തന്നെ ഇതിലൊരു നമ്പർ കൂടി പറയുന്നുണ്ട് 87 എന്ന്. അടുത്ത കോമ്പൗണ്ട് വേർഡ് വരുന്നത് കോൾഡ് ഐഡ് ആണ്. അതുപോലെ തന്നെ ലുക്കിംഗ് ഗ്ലാസ്. ഇതൊക്കെയാണ് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് വരുന്നത്. ഈ രണ്ട് വാക്കുകളുടെ ഇടയിൽ നമുക്കൊരു ഹൈഫൺ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് 3 ടൈപ്പ് കോമ്പൗണ്ട് വേർഡ്സ്: ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് ആൻഡ് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ഇടയിൽ ഒരു സ്പേസ് വരുന്നതാണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളുടെ ഇടയിൽ സ്പേസ് ഇല്ലാത്തതും. ഹൈഫണേറ്റഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളുടെ ഇടയിൽ ഒരു ഹൈഫൺ വരുന്നതുമാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് അനലൈസ്. ആക്ടിവിറ്റി 1. റീഡ് ദ സെന്റൻസസ് ബിലോ ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. രണ്ട് സെന്റൻസുകളിലും അണ്ടർലൈൻ ചെയ്ത വേർഡ് നമുക്ക് നോക്കാം. He had nothing to cover his cold hands. കോൾഡ് എന്നുള്ള വാക്കാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്.
ഹി നീഡഡ് എ ന്യൂ കോട്ട്. അവനൊരു പുതിയ കോട്ട് വേണമായിരുന്നു. അപ്പോൾ ഇവിടെ ന്യൂ ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. വാട്ട് പേർപ്പസ് ഡു ദീസ് വേർഡ്സ് സെർവ് ഇൻ ദീസ് സെന്റൻസസ്? ഈ രണ്ട് വാക്കുകളും ഈ സെന്റൻസിൽ എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഹി ഹാഡ് നത്തിങ് ടു കവർ ഹിസ് കോൾഡ് ഹാൻഡ്സ്. അവന്റെ തണുത്ത കൈകളെ കവർ ചെയ്യാനായിട്ട് അവനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ തണുത്ത കൈകൾ എന്ന് പറയുമ്പോൾ തണുത്ത എന്നുള്ളൊരു വിശേഷനാണ് അവിടെ വരുന്നത് അല്ലെ. അതുപോലെ ഹി നീഡഡ് എ ന്യൂ കോട്ട്. അവനൊരു പുതിയ കോട്ട് വേണം. എന്താണ് കോട്ടിനെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്, അവനൊരു പുതിയ കോട്ട് വേണമെന്ന്. അപ്പൊ ഈ രണ്ട് വാക്കുകളും എന്ത് ഫംഗ്ഷൻ ആണ് ഈ സെന്റൻസിൽ ചെയ്യുന്നത്? ദേ ഡിസ്ക്രൈബ് ഓർ ക്വാളിഫൈ ദ നൗൺസ്. ഈ സെന്റൻസിലെ നൗൺസിനെ ഒന്ന് ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, അതിനൊന്ന് വിശേഷിപ്പിക്കുകയാണ് ഈ രണ്ട് വാക്കുകളും ചെയ്യുന്നത്. കോൾഡ് ഹാൻഡ്സ് വെറും കൈകളല്ല, തണുത്ത കൈകൾ. അതുപോലെ കോട്ടല്ല, പുതിയ കോട്ട്. അങ്ങനെ ആ നൗൺസിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. വേർഡ്സ് ദറ്റ് ഡിസ്ക്രൈബ് ഓർ ക്വാളിഫൈ നൗൺസ് ആർ അഡ്ജക്റ്റീവ്സ്. നൗൺസിനെ ക്വാളിഫൈ ചെയ്യുകയും ഡിസ്ക്രൈബ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ ഒന്ന് വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് നൗൺസ്. നൗൺസിനെ പറ്റി കൂടുതൽ വിവരങ്ങളാണ് അഡ്ജക്റ്റീവ്സ് നമുക്ക് തരുന്നത്. ദ ഡിസ്ക്രൈബ് ഓർ ക്വാളിഫൈ നൗൺസ് ആൻഡ് പ്രോനൗൺസ് ഗിവിംഗ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദി ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഓർ സ്റ്റേറ്റ് ഓഫ് ദ നൗൺസ്. നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഈ അഡ്ജക്റ്റീവ്സ് അതിനെ ക്വാളിഫൈ ചെയ്യുകയോ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുന്നു. എന്തൊക്കെയാണ് ഒരു നൗണിനെ പറ്റി അഡ്ജക്റ്റീവ്സ് പറയുന്നത്? അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിന്റെ സ്റ്റേറ്റ് എന്താണ് എന്നൊക്കെയാണ് അഡ്ജക്റ്റീവ്സ് പറയുന്നത്. ഇപ്പം തണുത്ത കൈകൾ അല്ലെങ്കിൽ പുതിയ കോട്ട് എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ നൗണിന്റെ ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വന്നിട്ടുള്ള ആക്ടിവിറ്റി എന്താണ്? നൗ adorn the tree with adjectives from the story A Tale of Two Gifts. A Tale of Two Gifts എന്ന സ്റ്റോറിയിൽ നിന്ന് അഡ്ജക്റ്റീവ്സ് എടുത്ത് ഈ ട്രീ അലങ്കരിക്കാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ സ്റ്റോറിയിൽ വന്ന അഡ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. നാരോ, നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇടുങ്ങിയ വഴി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വഴി എന്നുകൂടി വിശേഷിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ നാരോ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ബ്രൈറ്റ് അഡ്ജക്റ്റീവ് ആണ്, നല്ല തിളക്കമുള്ളത്. തിൻ, പ്യുവർ, പ്യുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധമായത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അല്ലെ, പ്യുവർ മെറ്റീരിയലിലാണ് ആ ഗോൾഡ് ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അപരിചിതമായ. സ്ട്രേഞ്ച് എക്സ്പ്രഷൻ ആണ് ജിമ്മിന്റെ മുഖത്തുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്ട്രേഞ്ച് ഒരു അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഓൾഡ്, ന്യൂ. ഓൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയത്, പഴയ വാച്ച് അല്ലെങ്കിൽ പഴയ കോട്ട് എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ പ്രിട്ടി, ഹാപ്പി, ലോങ്, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ഹെയർ എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ ഭംഗിയായ മുടി. ആ മുടി എന്നുള്ള നൗണിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കാനാണ് ബ്യൂട്ടിഫുൾ ഹെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ലോങ്, ഹാപ്പി, പ്രിറ്റി ഒക്കെ വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന സ്റ്റോറിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന അഡ്ജക്റ്റീവ്സ്. അടുത്ത ആക്ടിവിറ്റി വരുന്നത് അഡ്ജക്റ്റീവ്സ് എഴുതാൻ തന്നെയാണ്. ദ ഫോളോയിങ് പാസേജ് കണ്ടെയ്ൻസ് സെവറൽ അഡ്ജക്റ്റീവ്സ്. സം ഓഫ് ദം ആർ ഹൈലൈറ്റഡ് ബട്ട് അതേഴ്സ് ആർ മിസ്സിംഗ്. Read the passage and fill in the blanks with suitable adjectives, choosing from those given in the brackets. അപ്പൊ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന അഡ്ജക്റ്റീവ്സ് ഓൾറെഡി ഉണ്ട്. ഇനി ഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ ബ്രാക്കറ്റ്സിൽ കൊടുത്തിരിക്കുന്ന അഡ്ജക്റ്റീവ്സ് എടുക്കാം. അപ്പൊ നമുക്കത് വായിക്കാം. In the park at the heart of the city there stood an old banyan tree. ഇവിടെ എന്താണ് പറയുന്നത്? പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുള്ള ആ പാർക്കിൽ ഒരു പഴയ ആൽമരം ഉണ്ട്. പഴയ എന്നുള്ള ഒരു വാക്ക് ഓൾഡ് ആണ് ഇവിടെ അഡ്ജക്റ്റീവ്സ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ബ്രാഞ്ചസ് സ്ട്രെച്ച്ഡ് വൈഡ് കവറിംഗ് എ ഡാഷ് എക്സ്പാൻസ്. അതിന്റെ ശാഖകളൊക്കെ വളർന്ന് വലിയൊരു ഭാഗത്തെ കവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഡാഷ് എക്സ്പാൻസ് എന്ന് പറയുമ്പോൾ അവിടെ വാസ്റ്റ് എന്നുള്ള വാക്കാണ് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. വളരെ കുറെ സ്ഥലത്ത് കവർ ചെയ്യുന്നുണ്ട്. The dash tree stood proudly providing cool shade to everyone who visited the park. ആ വലിയ മരം അവിടെ അഭിമാനത്തോടെ നിന്ന് എല്ലാവർക്കും തണൽ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അഭിമാനം അല്ലെങ്കിൽ ഗാംഭീര്യം എന്നുള്ള അർത്ഥം വരുന്നത് മെജസ്റ്റിക് എന്നുള്ള അഡ്ജക്റ്റീവ് ആണ്. The small birds built nests on its big branches. ചെറിയ പക്ഷികൾ ഈ മരത്തിന്റെ വലിയ ബ്രാഞ്ചുകളിൽ കൂടുകൂട്ടുന്നുണ്ട്. Naja, a dash young girl, used to visit the park every day with her dash grandfather. അടുത്തത് നജ എന്ന കുട്ടിയെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആ കുട്ടി യങ് ഗേൾ ആണെന്ന് പറയുന്നുണ്ടല്ലേ. ഇനി അതുപോലെ തന്നെ ആ കുട്ടിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു വാക്ക് എന്ന് പറയുന്നത് ഇവിടെയുള്ളത് സ്മാർട്ട് ആണ്. ദ സ്മാർട്ട് യങ് ഗേൾ എന്ന് പറയാം. വിസിറ്റഡ് ദ പാർക്ക് എവറി ഡേ വിത്ത് ഹർ. അവളുടെ ഇഷ്ടപ്പെട്ട ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ ബിലവഡ് ഗ്രാൻഡ് ഫാദർ. ബിലവഡ് ആണ് അവിടെ വരുന്ന അഡ്ജക്റ്റീവ്. Carrying some grain to feed the birds. Thanks to her grandpa's influence, Naja has become a true nature lover. ഒരു യഥാർത്ഥ പ്രകൃതി സ്നേഹിയാണ് നജ എന്ന് പറയുമ്പോൾ ട്രൂ എന്നാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന അഡ്ജക്റ്റീവ്. The dash surroundings of the park fill her with a sense of calm and remind her of the human responsibility to preserve nature. അപ്പൊ ആ സറൗണ്ടിങ്ങിനെ, ആ പാർക്കിന്റെ സറൗണ്ടിങ്ങിനെയാണ് അടുത്തത്. അപ്പൊ എങ്ങനെയായിരിക്കും? ആ ശാന്തമായ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ പീസ്ഫുൾ സറൗണ്ടിങ്. പീസ്ഫുൾ എന്ന അഡ്ജക്റ്റീവ് ആണ് ഇവിടെ മാച്ച് ആയിട്ട് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മളിവിടെ ഫില്ല് ചെയ്തത്? വാസ്റ്റ് എക്സ്പാൻസ്, മെജസ്റ്റിക് ട്രീ, സ്മാർട്ട് യങ് ഗേൾ,
ബിലവഡ് ഗ്രാൻഡ് ഫാദർ, പീസ്ഫുൾ സറൗണ്ടിങ്. ഇങ്ങനത്തെ ആക്ടിവിറ്റി വരികയാണെങ്കിൽ എന്തിനെയാണ് അവിടെ വിശേഷിപ്പിക്കാനായിട്ട്, എന്ത് നൗണാണ് അവിടെ ഉള്ളത് നോക്കുക, അതിന് മാച്ച് ആയിട്ടുള്ള അഡ്ജക്റ്റീവ് നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് ചൂസ് ചെയ്യും. ഇപ്പം ആ നജ എന്ന് പറഞ്ഞ കുട്ടിയെ പറ്റിയാണ് പറയുന്നതല്ലേ, അപ്പൊ നമുക്ക് ഓൾറെഡി യങ് ഗേൾ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് എന്ന് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടും സ്മാർട്ട് എന്ന് പറയുന്നത് ആ കുട്ടിയെ വിശേഷിപ്പിക്കാനാണ്. അതുപോലെ തന്നെ ആ പാർക്കിന്റെ ചുറ്റുപാടും അതെങ്ങനെയാണ്, ശാന്തമായ സ്ഥലമാണ്. അപ്പോൾ പീസ്ഫുൾ സറൗണ്ടിങ്. ആ നൗണിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമുക്കത് ഫില്ല് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 വരുന്നത് റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. Della's beautiful hair fell about her, shining like a falling stream of brown water. Della knew her hair was more beautiful than any queen's gold or gems. Della's hair was the most beautiful possession that she had always been proud of. ഇവിടെ 3 വാക്കുകളാണ്, 3 സെന്റൻസിലും 3 ഭാഗങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ് ഇൻ ദ ഹൈലൈറ്റഡ് അഡ്ജക്റ്റീവ്സ്? ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവിനെ തന്നെ 3 രീതിയിലാണല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യത്തേതിൽ ബ്യൂട്ടിഫുൾ എന്ന് വെറുതെ ആണെങ്കിൽ രണ്ടാമത്തേതിൽ എങ്ങനെയാണ്? മോർ ബ്യൂട്ടിഫുൾ, ഒന്നുകൂടി മനോഹരമായിട്ടാണ് എന്ന് ആണ് പറയുന്നത്. അടുത്തതിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഏറ്റവും മനോഹരമായത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഈ 3 അഡ്ജക്റ്റീവ്സിലും എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. 3 different forms of adjectives are used here. Adjectives have 3 forms of degree of comparison. These are the positive, the comparative and the superlative. Adjectivesന് 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ് ഉള്ളത്. അതായത് ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്നുള്ള രീതിയിൽ നമുക്ക് അഡ്ജക്റ്റീവ്സിനെ 3 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് 3 എണ്ണം? പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. ഇതാണ് 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ. അതെങ്ങനെയാണ് വരുന്നത്? ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് എന്താണ്? ഡെല്ലാസ് ബ്യൂട്ടിഫുൾ ഹെയർ, ഡെല്ലയുടെ മനോഹരമായ മുടി എന്നാണ് അല്ലെ പറയുന്നത്. അവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ള അഡ്ജക്റ്റീവ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ പോസിറ്റീവ് ഡിഗ്രി ഇസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എൻ അഡ്ജക്റ്റീവ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ഫോം ആയിട്ട് അഡ്ജക്റ്റീവിന്റെ വരുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ കണ്ട ഡെല്ലാസ് ബ്യൂട്ടിഫുൾ ഹെയർ ആണ് പോസിറ്റീവ് ഡിഗ്രിയുടെ എക്സാമ്പിൾ വരുന്നത്. അടുത്തത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. We use the comparative degree of the adjective to compare 2 objects or entities. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 2 കാര്യങ്ങളെ നമ്മൾ ഉപമിക്കുക, അല്ലെങ്കിൽ 2 കാര്യങ്ങളെ താരതമ്യം ചെയ്ത് പറയുക എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളെ പറ്റി വിശേഷിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ 2 കാര്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ്സിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഡെല്ലാസ് ഹെയർ വാസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി ക്വീൻസ് ഗോൾഡ് ഓർ ജെംസ്. ഏതൊരു രാജ്ഞിയുടെ കയ്യിലുള്ള സ്വർണത്തെക്കാൾ ബ്യൂട്ടിഫുൾ ആണ് ഡെല്ലയുടെ മുടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ രാജ്ഞിയുടെ കയ്യിലുള്ള സ്വർണവും അതിനെയാണ് ഡെല്ലയുടെ മുടിയായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ 2 കാര്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ മോർ ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു ടേം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് സൂപ്പർലേറ്റീവ്. വി യൂസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ടു എക്സ്പ്രസ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓർ ക്വാളിറ്റി. അപ്പൊ ഇവിടെ ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും മനോഹരം എന്ന് പറയുന്നുണ്ട്. കുറെ കാര്യങ്ങളുടെ ഇടയിൽ ഏറ്റവും മനോഹരമാണ് ഡെല്ലയുടെ മുടി എന്ന് പറയാനാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നുള്ള ടേം ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഏറ്റവും സിമ്പിൾ ഫോം ആണ്, അതാണ് പോസിറ്റീവ് ഡിഗ്രി വരുന്നത്. ബ്യൂട്ടിഫുൾ ഹെയർ അല്ലെങ്കിൽ സ്മാർട്ട് ഗേൾ എന്നൊക്കെ പറയുന്നു. രണ്ടാമത്തത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. മോർ ബ്യൂട്ടിഫുൾ, ഒന്നിനേക്കാൾ ഒന്ന് മികച്ചതാണ് എന്ന് പറയുമ്പോൾ മോർ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ മോർ സ്മാർട്ട് എന്നൊക്കെ പറയുന്നു. അടുത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ കുറെ കാര്യങ്ങളിടയിൽ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ക്വാളിറ്റി ഇതിനാണ്, ഏറ്റവും മനോഹരമായത് ഇതാണ് എന്ന് പറയുമ്പോഴാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ്? മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ് അവിടെ ഉപയോഗിക്കുന്ന ടേം വരുന്നത്. അപ്പൊ ഇതാണ് 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ വരുന്നത്. Now complete the table below adding the comparative and superlative forms of the adjectives given. You may add more examples to the table. ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ഡിഗ്രി ചിലതിൽ തന്നിട്ടുണ്ട്, ചിലതിൽ കമ്പാരിറ്റീവ് തന്നിട്ടുണ്ട്, ചിലതിൽ സൂപ്പർലേറ്റീവും തന്നിട്ടുണ്ട്. നമുക്കത് ഫില്ല് ചെയ്യാം, എങ്ങനെയാണ് വരാൻ നോക്കാം. ആദ്യത്തേത് ബ്രേവ് എന്നുള്ള അഡ്ജക്റ്റീവ് ആണ്. ബ്രേവ് എന്നുള്ള അഡ്ജക്റ്റീവ് നമുക്ക് കമ്പാരിറ്റീവ് ഫോമിലാക്കുമ്പോൾ ബ്രേവ് ആണ് ആഡ് ചെയ്യേണ്ടത്. ബ്രേവ്, ബ്രേവ്. അടുത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഏറ്റവും, മോസ്റ്റ് ആണ് അല്ലെ, ഏറ്റവും നല്ലത്. അപ്പോൾ ബ്രേവസ്റ്റ്, ഏറ്റവും ധൈര്യമുള്ളത് എന്ന് പറയുമ്പോൾ ബ്രേവസ്റ്റ് എന്നാണ് ഉപയോഗിക്കുക. ബ്രേവ്, ബ്രേവ്, ബ്രേവസ്റ്റ്. 2 ആളുകളെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഷീ ഈസ് ബ്രേവർ ദാൻ ഹിം. ഇനി കുറെ ആളുകളുടെ ഇടയിൽ ഒരാളാണ് ഏറ്റവും ധൈര്യവാനെങ്കിൽ എങ്ങനെ പറയാം? ഷീ ഈസ് ദ ബ്രേവസ്റ്റ് ഗേൾ ഇൻ ഹർ ഫാമിലി എന്ന് പറയാം. അടുത്തത് ഈസി എന്നുള്ള അഡ്ജക്റ്റീവ് ആണ്. ഈസി എന്നുള്ള അഡ്ജക്റ്റീവ് കമ്പാരിറ്റീവ് ഫോമിൽ വരുമ്പോൾ നമുക്ക് ഈസിയർ, ആഡ് ചെയ്യുമ്പോൾ EASIER എന്ന് പറയാം. ഈസിയർ. അതെങ്ങനെയാണ്? 2 കാര്യങ്ങളിൽ ഏതാണ് ഈസി എന്ന് പറയുന്നതിനാണ്. അപ്പം മാത്സ് ആണ് ഇംഗ്ലീഷിനേക്കാളും ഈസി എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? മാത്തമാറ്റിക്സ് ഈസ് ഈസിയർ ദാൻ ഇംഗ്ലീഷ്. നമ്മൾ ദാൻ എന്നുള്ള വാക്ക് അതിന്റെ കൂടെ ചേർക്കും.
അടുത്തത് സൂപ്പർലേറ്റീവ് ആണ്. അപ്പൊ ഈസി എന്നുള്ള അഡ്ജക്റ്റീവിന് സൂപ്പർലേറ്റീവ് എങ്ങനെയായിരിക്കും? ഈസിയസ്റ്റ്, ST ആണ് ആഡ് ചെയ്യേണ്ടത്. കമ്പാരിറ്റീവ്ലി ആണെങ്കിൽ സൂപ്പർലേറ്റീവില് ST ആണ് ആഡ് ചെയ്യേണ്ടത്, ഈസിയസ്റ്റ്. ഇന്നത്തെ എക്സാം ആയിരുന്നു ഏറ്റവും എളുപ്പമുള്ളത് എന്നെങ്ങനെയാ പറയാ? ടുഡേയ്സ് എക്സാം വാസ് ദ ഈസിയസ്റ്റ് ആണ്. അപ്പൊ അവിടെ ഏറ്റവും എളുപ്പം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്തത് മച്ച് ഓർ മെനി എന്നാണ്. ഈ മച്ച് ഓർ മെനി എന്നുള്ള വാക്കുകൾക്ക് നമ്മൾ കമ്പാരിറ്റീവ് ആയിട്ട് മോർ ആണ് യൂസ് ചെയ്യുന്നത്. മോർ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ മോർ സ്മാർട്ട് എന്നൊക്കെ പറയാം. അടുത്തത് സൂപ്പർലേറ്റീവ് പറയുമ്പോൾ എങ്ങനെയാണ്? മോസ്റ്റ് ആണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. മച്ച് ഓർ മെനി അതിന്റെ കമ്പാരിറ്റീവ് ഫോം മോർ ആണ്. സൂപ്പർലേറ്റീവ് വരുന്നത് മോസ്റ്റ് ആണ്. അടുത്തത് ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ നമ്മൾ നേരത്തെ കണ്ടു. മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് ഇന്റലിജന്റ് ആണ്. ഇന്റലിജന്റും ഇതുപോലെ തന്നെ മോർ ഇന്റലിജന്റ്, മോസ്റ്റ് ഇന്റലിജന്റ്. ചില വാക്കുകളാണ് നമ്മൾ ER അല്ലെങ്കിൽ EST ചേർത്തിട്ട് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ആക്കുള്ളൂ. അടുത്തത് ഗുഡ് ആണ്. ഗുഡ് വരുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ് എങ്ങനെയാ പറയാ? രണ്ടിലും ഇതാണ് നല്ലതെന്ന് പറയുമ്പോൾ ബെറ്റർ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക. ഗുഡ്, ബെറ്റർ. ഇനി ഏറ്റവും നല്ലത്, ഒരു കൂട്ടത്തിൽ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ ബെസ്റ്റ് എന്ന് പറയും അല്ലേ? അപ്പൊ ഗുഡ് ആണ് പോസിറ്റീവ്, കമ്പാരിറ്റീവ് വരുന്നത് ബെറ്റർ ആണ്, സൂപ്പർലേറ്റീവ് ബെസ്റ്റ് ആണ്. അടുത്തത് ബാഡ് ആണ്. ബാഡ് വരുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി വേഴ്സ് എന്നാണ് പറയാ. ഏറ്റവും മോശം എന്ന് പറയുമ്പോൾ വേഴ്സ്റ്റ് എന്ന് പറയും. അവിടെയും SCയും STയും ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ടോൾ ആണ്. ടോൾ എന്നുള്ള വാക്ക് കമ്പാരിറ്റീവ്ലി ടോളർ എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ്? ഷീ ഈസ് ടോളർ ദാൻ ഹിം എന്ന് പറയും. അടുത്തത് ടോളസ്റ്റ്, ഏറ്റവും ഉയരം കൂടിയത്. അപ്പം ഷീ ഈസ് ദ ടോളസ്റ്റ് വൺ ഇൻ ഹർ ക്ലാസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ടോൾ, ടോളർ, ടോളസ്റ്റ് ഇതാണ് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഫോം വരുന്നത്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾക്കാണെങ്കിൽ ER ചേർത്താൽ കമ്പാരിറ്റീവ്, EST അല്ലെങ്കിൽ ST ഒക്കെ ചേർത്താൽ സൂപ്പർലേറ്റീവ് വരും. അല്ലാത്ത വാക്കുകൾ നമ്മൾ മോർ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോർ ഇന്റലിജന്റ്, മോസ്റ്റ് ഇന്റലിജന്റ് എന്നൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടേബിൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. എക്സാമിന് എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. നമുക്കിനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി വരുന്നത് C ആണ്. Read the following passage about the heroes who helped the people of Kerala during the floods of 2018. 2018 പ്രളയ സമയത്ത് കേരളത്തിലെ ജനങ്ങളെ രക്ഷിച്ച ആളുകളെ പറ്റി, ഹീറോസിനെ പറ്റിയുള്ള ഒരു പാസേജ് ആണിത്. കംപ്ലീറ്റ് ഇറ്റ് ചൂസിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അപ്പൊ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഏതാണ്, ഏത് ഡിഗ്രി ആണ് എന്ന് നോക്കിയിട്ട് വേണം നമുക്കിത് ഫിൽ ചെയ്യാനായിട്ട്. നമുക്ക് വായിക്കാം. യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്നാണ് പാസേജിന്റെ ഹെഡിങ് വരുന്നത്. ഡ്യൂറിംഗ് ദ ഡിവാസ്റ്റേറ്റിംഗ് ഫ്ലഡ് ഓഫ് 2018 the people of Kerala united to carry out one of the dash rescue and relief operations in the history of the state. ഈ സംസ്ഥാനത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും ധൈര്യമുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് നടത്തിയത് എന്നാണല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങളുടെ ഇടയിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ബ്രേവസ്റ്റ് എന്നാണ് വരുന്നത്. അപ്പൊ ആ വാക്കിന് മുമ്പിൽ ദ കണ്ടാൽ തന്നെ നമുക്ക് പറയാം അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ഏറ്റവും നല്ലത്. അപ്പൊ ഇവിടെ ബ്രേവസ്റ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. The Indian Armed Forces, the Kerala Police, the Kerala Fire and Rescue Services and other forces worked around the clock and their efforts proved dash. അപ്പൊ ഇവിടെ കുറെ പേര് വർക്ക് ചെയ്തു, അവരുടെ എഫേർട്സ് ഒക്കെ നല്ല ഫലപ്രദമായി എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ് എന്നുള്ള വാക്കാണ്. അവിടെ കമ്പാരിറ്റീവ് അല്ല, സൂപ്പർലേറ്റീവ് അല്ല, പോസിറ്റീവ് ഡിഗ്രിയാണ്, ഇഫക്റ്റീവ് എന്നുള്ള വാക്കാണ് വരേണ്ടത്. The fishermen of Kerala were among the dash rescuers. ഇതിനിടയിൽ ഏറ്റവും നന്നായി റെസ്ക്യൂ ചെയ്തത് ഫിഷർമാൻ ആണ്, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മോസ്റ്റ് ഡെഡിക്കേറ്റഡ്. മോസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് ഫോം വരുന്നത്. മോസ്റ്റ് ഡെഡിക്കേറ്റഡ് റെസ്ക്യൂവേഴ്സ് ആണ്. Their boats were dash than many other rescue vehicles as these would move easily through the flood waters. അവരുടെ ബോട്ടുകളാണ് മറ്റ് ഏത് റെസ്ക്യൂ വെഹിക്കിൾസിനേക്കാളും ഏറ്റവും എളുപ്പം. കാരണം എന്താണ്? അതാണ് ഫ്ലഡ് വാട്ടേഴ്സിൽ എളുപ്പം പോവുക. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ദ ബോട്ട്സ് വർ ഡാഷ് ദാൻ മെനി അതർ റെസ്ക്യൂ വെഹിക്കിൾസ്. മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്യാണ് അല്ലെ, അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് കമ്പയർ ചെയ്യാണ്. അപ്പൊ ഇവിടെ മോർ യൂസ്ഫുൾ എന്നുള്ള വാക്കാണ് വരേണ്ടത്. അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അതുപോലെ തന്നെ മോർ യൂസ്ഫുൾ എന്നുള്ളതിന് ശേഷം ദാൻ വരുന്നുണ്ട്. അവിടെ ദാൻ കണ്ടാലും നമുക്ക് അവിടെ ഫിൽ ചെയ്യാനായിട്ട് പറ്റും. കമ്പയർ ചെയ്യുമ്പോഴാണ് അവിടെ ദാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ മോർ യൂസ്ഫുൾ എന്നാണ് അഡ്ജക്റ്റീവ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ദ പറയാണ്. ദ എന്നുള്ള വാക്ക് തുടക്കത്തിൽ വരികയാണെങ്കിൽ അവിടെ സൂപ്പർലേറ്റീവ് ആണ്. ദ ബ്രേവസ്റ്റ്, ദ സ്മാർട്ടസ്റ്റ് എന്ന്. ഇപ്പൊ നമ്മൾ എന്താ കണ്ടത്? വാക്കിന് ശേഷം ദാൻ വരികയാണെങ്കിൽ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. മോർ യൂസ്ഫുൾ ദാൻ മെനി അതർ റെസ്ക്യൂ വെഹിക്കിൾസ്. അടുത്തത് urgent medical services were provided by doctors and medical teams. Volunteers of the media and technology teams helped spread awareness and ensure public safety by providing timely updates. Moreover, local volunteers and youth organizations played dash role in coordinating their relief efforts.
ഇവിടെ യൂത്ത് ഓർഗനൈസേഷൻസും വോളണ്ടിയേഴ്സും ഒക്കെ അവർ എന്താണ് ആവശ്യമായിട്ടുള്ള എഫേർട്സ് ഒക്കെ എടുത്തു, അല്ലെങ്കിൽ അവർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കമ്പാരിറ്റീവ് അല്ല, സൂപ്പർലേറ്റീവ് അല്ല, അവിടെ പോസിറ്റീവ് ഡിഗ്രിയാണ്. സിഗ്നിഫിക്കന്റ് റോൾ ഇൻ കോർഡിനേറ്റിംഗ് ദ റിലീഫ് എഫേർട്സ് എന്നാണ് വരുന്നത്. അടുത്തത്, ദ ഫ്ലഡ് വാസ് വൺ ഓഫ് ദ ഡാഷ് ഡിസാസ്റ്റേഴ്സ് കേരള ഹാസ് എവർ വിറ്റ്നസ്ഡ്, ബട്ട് ദ കമ്പൈൻഡ് എഫേർട്സ് ഓഫ് ദീസ് ബ്രേവ് ഹീറോസ് പ്രൂവ്ഡ് ഡാഷ് ദാൻ ദ റേജിംഗ് വാട്ടേഴ്സ്. അടുത്തത് എന്താണ്? ദ ഫ്ലഡ് വാസ് വൺ ഓഫ് ദ ഡാഷ്. വൺ ഓഫ് ദ എന്ന് പറയുമ്പോഴും നമ്മൾ പറഞ്ഞു എന്താണ്? ഏറ്റവും സൂപ്പർലേറ്റീവ്, ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയെയാണ് വൺ ഓഫ് ദ വെച്ച് പറയുന്നതല്ലേ. ഏറ്റവും എന്ന് പറയുമ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഫ്ലഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേഴ്സ്റ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. ബാഡ് വേഴ്സ്, വേഴ്സ്റ്റിലെ വേഴ്സ്റ്റ് സൂപ്പർലേറ്റീവ് ഫോം ആണ്. ആൻഡ് കേരള ഹാസ് എവർ വിറ്റ്നസ്ഡ്, ബട്ട് ദ കമ്പൈൻഡ് എഫേർട്സ് ഓഫ് ദീസ് ബ്രേവ് ഹീറോസ് പ്രൂവ്ഡ് ഡാഷ് ദാൻ ദ റേജിംഗ് വാട്ടേഴ്സ്. ഈ ഹീറോസിന്റെ ഒക്കെ കമ്പൈൻഡ് ആയിട്ട് അവരെ ഒരുമിച്ച് ചേർന്ന എഫേർട്ട് കാരണം ഈ വെള്ളത്തിന്റെ ശക്തിയേക്കാളും കൂടുതൽ പവർഫുൾ ആണ് ഈ എഫേർട്സ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ വെള്ളത്തിന്റെ ശക്തിയേക്കാൾ പവർഫുൾ ആണ് നമ്മളുടെ പരിശ്രമം എന്ന് പറയുമ്പോൾ അവിടെ കമ്പാരിറ്റീവ് ഫോം ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ്? സ്ട്രോങ് എന്നുള്ള വാക്കാണ്. അവിടെയും ദാൻ എന്നുള്ള വാക്ക് നമുക്ക് കാണാം അല്ലെ. അപ്പൊ അതും കമ്പാരിറ്റീവ് ആണ് വരിക. ദ കമ്പൈൻഡ് എഫേർട്സ് ഓഫ് ദീസ് ബ്രേവ് ഹീറോസ് പ്രൂവ് സ്ട്രോങ്ങർ ദാൻ ദ റേജിംഗ് വാട്ടേഴ്സ്. അവിടെ സ്ട്രോങ്ങർ എന്നുള്ള കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് അഡ്ജക്റ്റീവ് വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും എന്നുള്ളൊരു അർത്ഥം വരുന്നത് എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ST അല്ലെങ്കിൽ മോസ്റ്റ് എന്നൊക്കെയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ഉപയോഗിക്കുക. അതിൽ കൂടുതൽ ദ അല്ലെങ്കിൽ വൺ ഓഫ് ദ എന്നൊക്കെ പറയുമ്പോഴാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്നത്. രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ER ആഡ് ചെയ്യുക, അല്ലെങ്കിൽ മോൾ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ ദാൻ എന്നുള്ള വാക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. മോർ യൂസ്ഫുൾ ദാൻ അല്ലെങ്കിൽ സ്ട്രോങ്ങർ ദാൻ എന്നൊക്കെ കാണാം. അടുത്തത് പോസിറ്റീവ് ഡിഗ്രി ആണ്. അത് ഏറ്റവും സിമ്പിൾ ഫോം ഓഫ് അഡ്ജക്റ്റീവ് ആണ് വരുന്നത്. അതെങ്ങനെയാ പറയാം? സിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് എന്നൊക്കെ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺസ്. അഡ്ജക്റ്റീവ്സിന്റെ 3 ഫോംസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 വരുന്നത്, ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. ഹി ലുക്ക്ഡ് സ്ട്രേഞ്ച്ലി അറ്റ് ഡെല്ല. അപ്പൊ ഡെല്ലയെ വളരെ വിചിത്രമായി ജിം നോക്കി എന്നാണ് പറയുന്നത്. What is the purpose of the highlighted word? What does it modify? അപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്കിന്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രേഞ്ച്ലി എന്നുള്ള വാക്കാണ്. അപ്പോൾ എന്താ അതിന്റെ അർത്ഥം വരുന്നത്? ജിം ഡെല്ലയെ അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള എക്സ്പ്രഷനോട് കൂടി നോക്കി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ അവിടെ ജിം നോക്കി എന്നതിനപ്പുറം എങ്ങനെയാണ് ജിം നോക്കിയത് എന്നുകൂടിയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നോക്കി അല്ലെങ്കിൽ ലുക്ഡ് എന്നുള്ള വേർബിനെയാണ് ഈ സ്ട്രേഞ്ച്ലി എന്നുള്ള വാക്ക് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇത് എന്തിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? ഇറ്റ് ഡിസ്ക്രൈബ്സ് എ വേർബ്. ഒരു വേർബ് അല്ലെങ്കിൽ ഒരു ആക്ഷനെയാണ് അത് ഡിസ്ക്രൈബ് അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യുന്നത്. നോക്കി എന്ന് പറയുമ്പോൾ ആ നോക്കി എന്നുള്ള ആക്ഷൻ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് എങ്ങനെ നോക്കിയെന്ന് അല്ലെ. അപ്പോൾ ഹി ലുക്ഡ് സ്ട്രേഞ്ച്ലി അറ്റ് ഡെല്ല. ഹിയർ സ്ട്രേഞ്ച്ലി മോഡിഫൈസ് ദ വേർഡ് ലുക്ഡ്. ലുക്ഡ് എന്നുള്ള വേർബിനെയാണ് സ്ട്രേഞ്ച്ലി എന്നുള്ള വാക്ക് മോഡിഫൈ ചെയ്യുന്നത്. എ വേർഡ് ദറ്റ് ഡിസ്ക്രൈബ്സ് ഓർ മോഡിഫൈസ് എ വേർബ് ഈസ് ആൻ ആഡ്വേർബ്. ഒരു വേർബിനെ മോഡിഫൈ ചെയ്യുന്ന വാക്കിന് നമ്മൾ എന്താ പറയുക? ആഡ്വേർബ് എന്നാണ് പറയുന്നത്. Now look at the highlighted words in the sentences below. There was a letter box too small to hold a letter. ഇവിടെ too എന്നുള്ള വാക്ക് കാണാം. She began to think more reasonably. What do these words modify? ഈ രണ്ട് വാക്കുകളിലും ഈ വാക്ക് എന്തിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? ഈ രണ്ട് സെന്റൻസിലും ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകൾ എന്തിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? In sentence 1, too modifies the adjective small. നമ്മൾ ഒരു നൗണിനെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നത് കണ്ടു അല്ലെ. അപ്പൊ ഇവിടെ സ്മോൾ അല്ലെങ്കിൽ ചെറിയ ലെറ്റർ ബോക്സ് എന്നുള്ള വാക്കിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കാനാണ് ടു എന്നുള്ള വാക്ക് യൂസ് ചെയ്തത്. There was a letter box too small to hold a letter. വളരെ ചെറുതാണ് ആ ലെറ്റർ ബോക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ചെറുതാണെന്ന് കാണിക്കാനായിട്ട് അഡ്ജക്റ്റീവ് ആയിട്ടുള്ള സ്മോളിനെ മോഡിഫൈ ചെയ്യാനാണ് ടു എന്നുള്ള വാക്ക് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, she began to think more reasonably. In sentence 2, more modifies the adverb reasonably. ഡെല്ല കുറച്ചുകൂടി യുക്തിപരമായി ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇവിടെ യുക്തിപരമായിട്ടാണ് ചിന്തിക്കുന്നത്. ചിന്തിക്കുക എന്നുള്ള ഒരു വാക്കിനെ മോഡിഫൈ ചെയ്യാണ് റീസണബിളി എന്നുള്ള വാക്ക്. ആ ആഡ്വേർബിനെ വിശേഷിപ്പിക്കാനാണ് മോർ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു സെന്റൻസിൽ അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാനാണെങ്കിൽ മറ്റേ സെന്റൻസിൽ ആഡ്വേർബിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. എന്താണ് ആഡ്വേർബ്? An adverb describes a verb and provides more information about it or about an adjective or another adverb.
ഒരു ആഡ്വേർബ് എന്തിനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്? ആൻ ആഡ്വേർബ് ഡിസ്ക്രൈബ്സ് എ വേർബ്, ഒരു വേർബിനെ വിശേഷിപ്പിക്കുന്നു. ആൻഡ് പ്രൊവൈഡ്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്, ആ വേർബിനെ പറ്റി കുറച്ചുകൂടി ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. ഓർ അബൌട്ട് ആൻ അഡ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ തരുന്നു. ഓർ അനദർ ആഡ്വേർബ്, അല്ലെങ്കിൽ മറ്റൊരു ആഡ്വേർബിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. അതാണ് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ ഒരു അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ ഒരു വേർബിനെയോ അല്ലെങ്കിൽ ഒരു ആഡ്വേർബിനെയോ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ തരികയോ അതിനെ വിശേഷിപ്പിക്കുകയോ ചെയ്യുന്ന വാക്കിനെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയുന്നത്. എക്സാമിൻ ദി സെന്റൻസസ് ബിലോ ആൻഡ് അണ്ടർലൈൻ ദി ആഡ്വേർബ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ഏതൊക്കെയാണ് ആഡ്വേർബ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വരുന്നത് ദ ഫ്ലവേഴ്സ് വർ ആർട്ടിസ്റ്റിക്കലി അറേഞ്ച്ഡ് എന്നാണ് അല്ലെ. അപ്പൊ അതിലേതാണ് ആഡ്വേർബ് വരുന്നത്? ആർട്ടിസ്റ്റിക്കലി അറേഞ്ച്ഡ്, വളരെ ഭംഗിയായിട്ട് കലാപരമായിട്ടാണ് ആ പൂക്കളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. അറേഞ്ച്ഡ് എന്നുള്ള വാക്കിനെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആർട്ടിസ്റ്റിക്കലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റിക്കലി ആണ് ആദ്യത്തെ സെന്റൻസിൽ വരുന്ന ആഡ്വേർബ്. അടുത്തത് ഇറ്റ് വാസ് എൻ എക്സ്ട്രീംലി ഡിലൈറ്റ്ഫുൾ ഫംഗ്ഷൻ. ഇത് വളരെ എക്സ്ട്രീം, അത്രയും സന്തോഷം തരുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ആണ് അല്ലെ, എക്സ്ട്രീംലി ആണ് അവിടെ ആഡ്വേർബ് ആയിട്ട് വരുന്നത്. അടുത്തത് ഹി സ്പോക്ക് ക്വൈറ്റ് ഇലോക്വന്റ്ലി, അവൻ വളരെ ഇലോക്വന്റ് ആയിട്ട് സംസാരിച്ചു, അവൻ വളരെ വാചാലമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ അർത്ഥവത്തായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്വൈറ്റ് ആണ് ആഡ്വേർബ് ആയിട്ട് വരുന്നത്. അടുത്തത് ഷീ സെൽഫ്ലെസ്ലി ഗേവ് അപ്പ് ഹെർ ഡ്രീംസ് ഫോർ ദ വെൽ ബീയിങ് ഓഫ് ഹെർ ഫാമിലി, അവളുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് അവളുടെ സ്വപ്നങ്ങളെയൊക്കെ അവൾ നിസ്വാർത്ഥമായിട്ട് ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. നിസ്വാർത്ഥമായി ഉപേക്ഷിക്കുകയാണ് അല്ലെ. അപ്പോൾ സെൽഫ്ലെസ്ലി ആണ് ആഡ്വേർബ് ആയിട്ട് വരുന്നത്. ഉപേക്ഷിക്കുക എന്നുള്ളോ, എങ്ങനെയാണ് ഉപേക്ഷിച്ചത്? നിസ്വാർത്ഥമായിട്ട്. അപ്പൊ ആ വേർബിനെയാണ് ഇവിടെ മോഡിഫൈ ചെയ്യുന്നത്, സെൽഫ്ലെസ്ലി ഗേവ് അപ്പ്. അടുത്തത് ഹെർ എക്സ്പ്ലനേഷൻ വാസ് എക്സെപ്ഷണലി ക്ലിയർ, അവളുടെ എക്സ്പ്ലനേഷൻ അസാധാരണമായി വളരെ ക്ലിയർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആഡ്വേർബ് വരുന്നത് എക്സെപ്ഷണലി ആണ്. Now complete the table below, placing the adverbs in each sentence in column 1, the word each verb modifies in column 2 and note the category of the word modified in column 3. അപ്പോൾ നമ്മൾ ഇപ്പൊ കണ്ട ആഡ്വേർബ്സ് കോളം 1ലും അത് ഏത് വാക്കിനെയാണ് മോഡിഫൈ ചെയ്തത് എന്നുള്ളത് കോളം 2ലും, ഇനി ആ മോഡിഫൈ ചെയ്ത വാക്ക് എന്ത് തരം വാക്കാണ് അതാണ് കോളം 3ലും കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ സെന്റൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് സെന്റൻസിൽ എന്താ പറയുന്നത്? ദ ഫ്ലവേഴ്സ് വർ ആർട്ടിസ്റ്റിക്കലി അറേഞ്ച്ഡ്, ആർട്ടിസ്റ്റിക്കലി വളരെ ഭംഗിയായിട്ടാണ് പൂക്കൾ അലങ്കരിച്ചത് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ ആഡ്വേർബ് ഏതായിരുന്നു? ആർട്ടിസ്റ്റിക്കലി ആണ് നമ്മൾ ആഡ്വേർബ് ആയിട്ട് കണ്ടുപിടിച്ചത്. ഇനി അത് ഏത് വാക്കിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? അറേഞ്ച് ചെയ്തു എന്നുള്ള ആ വാക്കിനെയാണ് അല്ലെ അത് മോഡിഫൈ ചെയ്യുന്നത്. അപ്പൊ അറേഞ്ച്ഡ് എന്നുള്ള വാക്കിനെയാണ് അത് മോഡിഫൈ ചെയ്യുന്നത്. അതാണ് നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. ആഡ്വേർബ് ആർട്ടിസ്റ്റിക്കലി ആണ്. ദ വേർഡ് മോഡിഫൈഡ്, അത് ഏത് വാക്കിനെയാണ് മോഡിഫൈ ചെയ്തത്? ആർട്ടിസ്റ്റിക്കലി അറേഞ്ച്ഡ്. അപ്പോൾ അറേഞ്ച്ഡ് എന്നുള്ള വാക്കിനെയാണ് മോഡിഫൈ ചെയ്തത്. ഇനി കാറ്റഗറി ഓഫ് ദ വേർഡ് മോഡിഫൈഡ്, ഏത് വാക്കിനെയാണോ മോഡിഫൈ ചെയ്തത് അത് എന്ത് തരം വാക്കാണ് എന്നാണ് അടുത്തത്. ഇപ്പൊ ആർട്ടിസ്റ്റിക്കലി അറേഞ്ച്ഡ് എന്ന് പറയുമ്പോൾ അറേഞ്ച്ഡ് എന്നുള്ള വാക്കിനെയാണ്, അറേഞ്ച്ഡ് എന്നുള്ള വാക്ക് വേർബ് ആണ് അല്ലെ, ഒരു ആക്ഷൻ ആണത്. അപ്പൊ വേർബിനെയാണ് ആഡ്വേർബ് മോഡിഫൈ ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർട്ടിസ്റ്റിക്കലി അറേഞ്ച്ഡ് എന്നുള്ള രണ്ട് വാക്കുകളിൽ ആ സെന്റൻസിൽ ആഡ്വേർബ് വരുന്നത് ആർട്ടിസ്റ്റിക്കലി ആണ്. അത് ഏത് വാക്കിനെയാണ് മോഡിഫൈ ചെയ്തത്? അറേഞ്ച്ഡ് എന്നുള്ള വാക്കിനെയാണ്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചു എന്ന് പറയുമ്പോൾ അലങ്കരിച്ചു എന്നുള്ള വാക്കിനെയാണ് അത് മോഡിഫൈ ചെയ്തത്. അത് ഏത് തരം വാക്കാണ്? അറേഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു വേർബാണ് വരുന്നത്. അടുത്ത വാക്ക്, അടുത്ത സെന്റൻസ് നോക്കാം. ഇറ്റ് വാസ് എൻ എക്സ്ട്രീംലി ഡിലൈറ്റ്ഫുൾ ഫംഗ്ഷൻ. അപ്പോൾ ഇത് വളരെ അത്രയും നല്ല സന്തോഷമുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ആഡ്വേർബ് നമ്മൾ കണ്ടുപിടിച്ചു ഏതാണ്? എക്സ്ട്രീംലി ആണ്. ഇനി അത് ഏത് വാക്കിനെയാണ് മോഡിഫൈ ചെയ്തത്? വളരെ സന്തോഷം തരുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഡിലൈറ്റ്ഫുൾ ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സന്തോഷം തരുന്ന ഒരു ഫംഗ്ഷൻ, നല്ലൊരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡിലൈറ്റ്ഫുൾ എന്നുള്ള ഒരു വാക്ക് അഡ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. ആ ഫംഗ്ഷനെയാണ് അല്ലെ ഡിലൈറ്റ്ഫുൾ എന്നുള്ള വാക്ക് വിശദീകരിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം ഡിലൈറ്റ്ഫുൾ എന്നുള്ള ഒരു വാക്ക് അഡ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. എന്ത് ഫംഗ്ഷൻ ആയിരുന്നു അത്? ഡിലൈറ്റ്ഫുൾ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഡിലൈറ്റ്ഫുൾ എന്നുള്ള വാക്ക് അഡ്ജക്റ്റീവ് ആണ്. അടുത്തത് ഹി സ്പോക്ക് ക്വൈറ്റ് ഇലോക്വന്റ്ലി. അപ്പൊ ഇവിടെ ക്വൈറ്റ് ആണ് ആഡ്വേർബ് ആയിട്ട് വരുന്നത്. അത് ഏത് വാക്കിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? ഇലോക്വന്റ്ലി, അവൻ വളരെ വ്യക്തമായി സംസാരിച്ചു. അപ്പോൾ വ്യക്തമായി സംസാരിച്ചു എന്നുള്ള ഇതില് സംസാരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇലോക്വന്റ്ലി എന്ന് പറയുമ്പോൾ ആഡ്വേർബിനെയാണ് അത് മോഡിഫൈ ചെയ്തത്. ആഡ്വേർബ് ഇവിടെ ആഡ്വേർബിനെ തന്നെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ക്വൈറ്റ് ഇലോക്വന്റ്ലി, അവൻ വളരെ വാചാലമായിട്ട് സംസാരിച്ചു. അപ്പോൾ ക്വൈറ്റ് ആണ് ആഡ്വേർബ്, മോഡിഫൈ ചെയ്തത് ഇലോക്വന്റ്ലി എന്നുള്ള വാക്കിനെയാണ്, അതും ഒരു ആഡ്വേർബ് തന്നെയാണ്. അടുത്തത് ഷീ സെൽഫ്ലെസ്ലി ഗേവ് അപ്പ് ഹെർ ഡ്രീംസ് ഫോർ ദ വെൽ ബീയിങ് ഓഫ് ഹെർ ഫാമിലി എന്നുള്ള സെന്റൻസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു ആഡ്വേർബ് ഏതാണ്? സെൽഫ്ലെസ്ലി ആണ്. അവൾ സെൽഫ്ലെസ്ലി സ്വപ്നങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. നിസ്വാർത്ഥമായി സ്വപ്നങ്ങളെ ഉപേക്ഷിച്ചു. അപ്പോൾ സെൽഫ്ലെസ്ലി ആണ് ആഡ്വേർബ്. സ്വപ്നങ്ങളെയൊക്കെ കളയാണ് അല്ലെ. അപ്പൊ ഗേവ് അപ്പ് ആണ്
വേർഡ് മോഡിഫൈഡ് ആയിട്ട് വരുന്നത്. ഗേവ് അപ്പ് എന്നുള്ള വാക്കിനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഗേവ് അപ്പ് എന്നുള്ള വാക്ക് എന്ത് കാറ്റഗറിയാണ്? ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വേർബ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഗേവ് അപ്പ് വേർബ് ആണ്. അടുത്തത് എക്സെപ്ഷണലി എന്ന് പറയുന്നുണ്ട്. എക്സെപ്ഷണലി എന്നുള്ള വാക്ക് ഏത് വാക്കിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? എക്സെപ്ഷണലി ക്ലിയർ, അസാധാരണമായിട്ട് ക്ലിയർ ആയിരുന്നു, അത്രയും വ്യക്തമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ വ്യക്തമായിരുന്നു എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ആ എക്സ്പ്ലനേഷനെയാണ് അവിടെ വിശദീകരിക്കുന്നത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിരുന്നു. അപ്പൊ ക്ലിയർ എന്നുള്ള വാക്ക് അഡ്ജക്റ്റീവ് ആണ്. ക്ലിയർ എന്നുള്ള വാക്കിനെയാണ് എക്സെപ്ഷണലി എന്നുള്ള ആഡ്വേർബ് മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആഡ്വേർബ് എക്സെപ്ഷണലി ആണ്, അത് മോഡിഫൈ ചെയ്ത വേർഡ് ക്ലിയർ ആണ്. ആ ക്ലിയർ എന്നുള്ള വാക്ക് എന്താണ്? അതൊരു അഡ്ജക്റ്റീവ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഓരോ സെന്റൻസിലും ആദ്യം ആഡ്വേർബ് കണ്ടുപിടിച്ചു. അതിനുശേഷം ആഡ്വേർബ് ഏത് വാക്കിനെയാണ് മോഡിഫൈ ചെയ്യുക എന്നാണ് രണ്ടാമത്തെ ബോക്സിൽ കണ്ടുപിടിച്ചത്. ഇനി ആ മോഡിഫൈ ചെയ്തത് അത് എന്ത് തരം വാക്കാണ്? വേർബ് ആണോ, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ആഡ്വേർബ് ആണോ എന്നാണ് മൂന്നാമത്തെ കോളത്തിൽ കണ്ടുപിടിച്ചത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ആക്ടിവിറ്റി ഡി ആണ്. നൗ കളക്ട് ആസ് മെനി ആഡ്വേർബ്സ് യു കൻ ഫൈൻഡ് ഇൻ ദ സ്റ്റോറി ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബോർഡ് ബിലോ. അപ്പം ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന സ്റ്റോറിയിൽ നിന്ന് ആഡ്വേർബ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ലോലി, മോർ, ടു, നെർവസ്ലി, ക്വിക്ലി, സിംപ്ലി, റീസണബ്ലി, വണ്ടർഫുള്ളി, ക്വൈറ്റ്ലി, സ്ലോലി ആൻഡ് സോഫ്റ്റ്ലി. ഇതൊക്കെ ടെയിൽ ഓഫ് ടു ഗിഫ്റ്റ്സ് എന്ന സ്റ്റോറിയിൽ നിന്ന് വരുന്ന ആഡ്വേർബ്സ് ആണ്. സ്ലോലി എന്ന് പറയുമ്പോൾ പതുക്കെ, അല്ലെങ്കിൽ മോർ, ടു നെർവസ്ലി വളരെ ടെൻഷനോടെ, ക്വിക്ലി പെട്ടെന്ന്, ഇതൊക്കെ ഒരു വേർബിനെ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെ ഒക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകളൊക്കെ ആഡ്വേർബ്സ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. ഐ ഹാവ് കം ഹിയർ ടു ഗെറ്റ് ദ വർക്ക് ഡൺ. രണ്ടാമത്തെ സെന്റൻസ് ഐ കെയിം ഹിയർ യെസ്റ്റർഡേ ടു ഗെറ്റ് ദ വർക്ക് ഡൺ. രണ്ട് സെന്റൻസും അർത്ഥം സെയിം ആണ് അല്ലെ? നൗ ട്രൈ ടു ഫൈൻഡ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സെന്റൻസസ് ആൻഡ് നോട്ട് ഹൗ ദ ടൈം ആൻഡ് ആക്ഷൻ ആർ എക്സ്പ്രസ്ഡ് ഇൻ ഈച്ച്. ഈ രണ്ട് സെന്റൻസുകളുടെയും വ്യത്യാസവും ഈ രണ്ട് സെന്റൻസുകളിലും സമയത്തെയും അല്ലെങ്കിൽ ആ വേർബിനെയും എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് ഐ ഹാവ് കം ഹിയർ ടു ഗെറ്റ് ദ വർക്ക് ഡൺ എന്നാണ്. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ ആക്ഷൻ മുൻപേ കഴിഞ്ഞതാണ്, ഞാൻ ഈ കാര്യം ചെയ്യാനായിട്ട് ഇവിടെ വന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ബട്ട് സ്റ്റിൽ റെലവെന്റ്. അത് ആക്ഷൻ കഴിഞ്ഞാലും റെലവെന്റ് ആണ്, ഇപ്പോഴും ആ കാര്യം റെലവെന്റ് ആണ്. സെന്റൻസ് 2 പറയുന്നത് ഐ കെയിം ഹിയർ യെസ്റ്റർഡേ ടു ഗെറ്റ് ദ വർക്ക് ഡൺ. ഞാൻ ഇന്നലെ ഈ കാര്യം ചെയ്യാനായിട്ട് വന്നിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ ആക്ഷൻ പാസ്റ്റിൽ കഴിഞ്ഞു, പക്ഷെ അതിനിവിടെ ഇപ്പോൾ റെലവൻസ് ഇല്ല എന്നാണ്. അപ്പോൾ ഈ രണ്ട് സെന്റൻസും എന്ത് ടൈപ്പ് സെന്റൻസ് ആണ് എന്നാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. വി യൂസ് ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ടു ഡിസ്ക്രൈബ് ആക്ഷൻസ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. Often a specific time in the past is mentioned. അപ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നാണ് ആദ്യത്തെ നമ്മൾ പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ആക്ഷൻ ഓൾറെഡി പാസ്റ്റിൽ കഴിഞ്ഞിട്ടുണ്ടാവും, അതുപോലെ തന്നെ ആ സെന്റൻസിൽ എപ്പോഴാണ് കഴിഞ്ഞത് എന്നുള്ള ഒരു കാര്യം, അതിന്റെ ആ ടൈമും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പൊ ഈ രണ്ട് സെന്റൻസിലും ഏതാണ് സിമ്പിൾ പാസ്റ്റ് വരുന്നത്? രണ്ടാമത്തെ സെന്റൻസ് ആണ് അല്ലെ? ഐ കെയിം ഹിയർ യെസ്റ്റർഡേ ടു ഗെറ്റ് ദ വർക്ക് ഡൺ. ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് ആണ് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരുന്നത്. അടുത്തത് വി യൂസ് ദ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വി യൂസ് ദ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വെൻ ദ ആക്ഷൻ മെൻഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബട്ട് ദ എഫക്ട് ഓഫ് ദ ആക്ഷൻ ഈസ് സ്റ്റിൽ റെലവെന്റ് ടു ദ പ്രസന്റ്. ആക്ഷൻ ഓൾറെഡി പാസ്റ്റിൽ കഴിഞ്ഞെങ്കിലും അതിന്റെ ഒരു ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്, അതിന് ഇപ്പോഴും ഒരു റെലവൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന ടൈപ്പ് സെന്റൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്നത്. അതാണ് ആദ്യത്തെ സെന്റൻസ്, ഐ ഹാവ് കം ഹിയർ ടു ഗെറ്റ് ദ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് സെന്റൻസിലും ആദ്യത്തത് ഹാവ് കം വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. രണ്ടാമത്തത് ഐ കെയിം ഹിയർ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഓൾറെഡി ആക്ഷൻ പാസ്റ്റിൽ കഴിഞ്ഞതാണ്, പക്ഷെ അതിന് ഇപ്പോഴും റെലവൻസ് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ആക്ഷൻ പാസ്റ്റിൽ കഴിഞ്ഞതാണ്, അവിടെ ഒരു ടൈമും കൂടി എപ്പോഴാണ് ഇത് നടന്നത് എന്നും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഐ കെയിം ഹിയർ യെസ്റ്റർഡേ, ഇന്നലെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. സം വേർഡ്സ് ഓഫ് ദീസ് ടൈം റെഫറൻസസ് ആർ ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. Identify which of them match the present perfect tense and which ones match the simple past tense. Place them in the appropriate columns in the table below. അപ്പോൾ ഇവിടെ കുറച്ച് ടൈം റെഫറൻസ്, സമയവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ് തന്നിരിക്കുന്നത്. അത് ഏതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുക, ഏതാണ് സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യുക എന്ന് നമുക്ക് തരംതിരിക്കാം. വാക്കുകൾ ഏതൊക്കെയാണ്? യെസ്റ്റർഡേ, ഓൾറെഡി, എ മന്ത് എഗോ, എവർ, നെവർ, ലാസ്റ്റ് വീക്ക്, സോ ഫാർ, നൗ, സിൻസ്, ഫോർ, when I was young, recently, just,
ഇൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഇയർ പറയുമ്പോഴാണ് ഇൻ യൂസ് ചെയ്യുക. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരാൻ നോക്കാം. ഓൾറെഡി, ജസ്റ്റ്, നെവർ, ഇത് മൂന്നും ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എവർ, സോ ഫാർ, നൗ, സിൻസ്, ഫോർ, റീസെന്റ്. ഈ വാക്കൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നതാണ്. ഒരു കാര്യം ആക്ഷൻ പാസ്റ്റിൽ നടന്നു, പക്ഷെ ആ ആക്ഷന് ഇപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റെലവൻസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ബാക്കിയൊക്കെ വരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അത് ഏതൊക്കെയാണ്? ഓൾറെഡി കഴിഞ്ഞ കാര്യം, അപ്പൊ അത് എപ്പോഴാണ് നടന്നത് എന്നാണ് സിമ്പിൾ പാസ്റ്റിൽ പറയുന്നത് അല്ലെ. ഒരു ടൈം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന വാക്കുകൾ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, എ മന്ത് എഗോ, വെൻ ഐ വാസ് യങ്, ഇൻ. ഇതൊക്കെയാണ് സിമ്പിൾ പാസ്റ്റിൽ വരുന്നത്. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച, ഒരു മാസം മുമ്പ്, അല്ലെങ്കിൽ ഞാൻ യങ് ആയിരുന്നപ്പോൾ, ഇൻ, ഈ വർഷം. ഇൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് വർഷം പറയുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. അപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് നടന്നു എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ സിമ്പിൾ പാസ്റ്റിലും ബാക്കി വരുന്നതെല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ആക്ഷന് പ്രസന്റിലും ഇമ്പോർട്ടൻസ് ഉണ്ട്, റെലവൻസ് ഉണ്ട് എന്നുള്ള ടൈപ്പ് സെന്റൻസ് ആണ്. വേർഡ്സ് സച്ച് ആസ് ജസ്റ്റ് or already are used with verbs in the present perfect tense because they imply relevance to the present. എന്താ ഇവിടെ പറയുന്നത്? ഓൾറെഡി അല്ലെങ്കിൽ ജസ്റ്റ് എന്നുള്ള വാക്കുകളൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഈ വാക്കുകൾ കാണിക്കുന്നത് ഇപ്പോഴും അതിന് ഈ പ്രസന്റിലും റെലവൻസ് ഉണ്ട് എന്ന് കാണിക്കാനാണ്. ജസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്തു അത്, അല്ലെങ്കിൽ ഓൾറെഡി കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും അതിന് റെലവൻസ് ഉണ്ട് എന്ന് കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. വേർഡ്സ് ലൈക്ക് യെസ്റ്റർഡേ ഓർ ലാസ്റ്റ് വീക്ക് ആർ യൂസ്ഡ് വിത്ത് വേർബ്സ് ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ആസ് ദേ റെഫർ ടു എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്. ദീസ് വേർഡ്സ് ആർ ടെൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പോൾ യെസ്റ്റർഡേ അല്ലെങ്കിൽ ഇന്നലെ, കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ വാക്കുകളെല്ലാം സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. കാരണം പാസ്റ്റിൽ മുമ്പ് ഈ കാര്യം കഴിഞ്ഞു എന്ന് കാണിക്കാനാണ്. ഇന്നലെ ഞാൻ ഇവിടെ വന്നിരുന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മുൻപ് കഴിഞ്ഞ പാസ്റ്റിൽ നടന്ന കാര്യം കാണിക്കാനാണ്. അപ്പൊ ഈ രണ്ട് ടൈപ്പ് വാക്കുകളും ടെൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമുക്കൊരു സെന്റൻസ് വായിച്ചാൽ ഈ വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഏത് ടെൻസിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ് സി വരുന്നത്. Now read the passage carefully. Identify the verbs or verb phrases, their tense and the expression relating to time to have been done for you. അപ്പൊ ഈ പാസേജിൽ നിന്ന് നമുക്ക് വേർബ്സ് അല്ലെങ്കിൽ വേർബ് ഫ്രേസസ് കണ്ടെത്തിയിട്ട് അത് ഏത് ടെൻസിലാണ് എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ടൈം റെഫറൻസ്, സമയം കാണിക്കാനായിട്ട് ആ ടെൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ആ പാസേജ് നമുക്ക് ആദ്യം വായിക്കാം. Inspired by a thrilling music concert, Danny decided to learn the guitar. 2 years ago, he bought a guitar and started attending music classes. He practiced every day and soon achieved his goal of playing a number of songs. He has already mastered several chords and melodies. He has even performed with a famous music band. His dedication and hard work have brought him great success. ഇതാണ് പാസേജ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഒരു വർക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട്. ഏതാണ്? ബോട്ട് എന്നുള്ള വേർബാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഏത് ടെൻസ് ആണ് വരേണ്ടത്? ബോട്ട് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്. കാരണം എന്താണ്? അവിടെ ഒരു ടൈം റെഫറൻസ് വന്നിട്ടുണ്ട് അല്ലെ. ലാസ്റ്റ് ഇയർ, ഞാൻ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2 വർഷം മുമ്പ് അത് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ടൈം റെഫറൻസ് 2 years ago ആണ് വരുന്നത്. നമുക്ക് ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. എങ്ങനെയാ വരുന്നത്? അതില് രണ്ടാമത്തെ സെന്റൻസ് ആണ് അത് വരുന്നത്. 2 years ago he bought a guitar എന്ന് പറയുന്നുണ്ട്. അപ്പൊ 2 വർഷം മുമ്പ് അവൻ ഒരു ഗിറ്റാർ വാങ്ങി എന്നാണ് അല്ലെ. അപ്പൊ ബോട്ട് എന്നാണ് വേർബ് വരുന്നത്. ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. ടൈം റെഫറൻസ് 2 years ago ആണ് വരുന്നത്. അടുത്തത് ഹാസ് മാസ്റ്റേർഡ് എന്നുള്ള വേർബ് ഫ്രേസ് ആണ്. അപ്പൊ ഹാസ് മാസ്റ്റേർഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്? അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവിടെ ടൈം റെഫറൻസ് വരുന്നത് ഓൾറെഡി എന്നുള്ള വാക്കാണ്. 4ാമത്തെ സെന്റൻസിലാണ് അത് വരുന്നത്. ഹി ഹാസ് ഓൾറെഡി മാസ്റ്റേർഡ് സെവറൽ കോഡ്സ് ആൻഡ് മെലഡീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹാസ് മാസ്റ്റേർഡ് ആണ് വേർബ് അല്ലെങ്കിൽ വേർബ് ഫ്രേസ് വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടൈം റെഫറൻസ് വരുന്നത് ഓൾറെഡി ആണ്. അടുത്ത് ഡിസൈഡഡ്, സ്റ്റാർട്ടഡ്, പ്രാക്ടീസ്ഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സിമ്പിൾ പാസ്റ്റിലാണ് വരുന്നത്. സ്റ്റാർട്ടഡ് വരുമ്പോൾ അതിന്റെ ടൈം റെഫറൻസ് ഏതാണ്? 2 years ago എന്നാണ്. 2 വർഷം മുമ്പ് എന്ന് പറയുന്നുണ്ട്. സിമ്പിൾ പാസ്റ്റ് ആണ് ടെൻസ് വരുന്നത്. അടുത്തത് പ്രാക്ടീസ്ഡ് ആണ്. പ്രാക്ടീസ്ഡ് എന്നും അവൻ പ്രാക്ടീസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെ എവ്രി ഡേ എന്നാണ് ടൈം റെഫറൻസ് വരുന്നത്. അടുത്ത വേർബ് വരുന്നത് അച്ചീവ്ഡ് ആണ്. സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് ടെൻസ് വരുന്നത്. ടൈം റെഫറൻസ് വരുന്നത് സൂൺ എന്നുള്ള വാക്കാണ്. അപ്പൊ ആ സെന്റൻസ് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്തത് ഹാസ് പെർഫോംഡ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ് ടെൻസ് വരുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നത് ഹാവ് ബ്രോട്ട് ആണ്. അതും പ്രസന്റ് പെർഫെക്റ്റ് ആണ് ടെൻസ് വരുന്നത്. അവിടെ ടൈം റെഫറൻസ് വരുന്നില്ല. അപ്പം ഇതൊക്കെയാണ് പല വേർബ്സും അതിനെ യൂസ് ചെയ്തിരിക്കുന്ന ടെൻസും ടൈം റെഫറൻസിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും. അപ്പൊ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ട്. 2 years ago അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ടൈം റെഫറൻസ് കാണിക്കുകയാണ്. അത് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്.
ഇനി അതല്ല ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്, പക്ഷെ അതിന് ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട് എങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് വരുന്നത്. അടുത്ത ആക്ടിവിറ്റി എന്താണ്? ലാസ്റ്റ് വരുന്നത് ലെറ്റ്സ് കോൺവേഴ്സ് എന്നുള്ള ഭാഗമാണ്. ആക്ടിവിറ്റി 1. ഇമാജിൻ എ ഫ്രണ്ട് ഓഫ് യുവേഴ്സ് നീഡ്സ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് ടീ. ഹൗ വിൽ യു ഹെൽപ്പ് ദം? നിങ്ങളുടെ ഫ്രണ്ടിന് ചായ ഉണ്ടാക്കാനായിട്ട് ഒരു ഹെൽപ്പ് വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാം? The passage given below consists of instructions on how to make a cup of tea. അപ്പോൾ ചായ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഒരു പാസേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ഇൻസ്ട്രക്ഷൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് എക്സ്പ്രഷൻസ് ഫോർ ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ തരം എക്സ്പ്രഷൻസ് ആണ് യൂസ് ചെയ്യാന്ന് ആദ്യം നമുക്ക് നോക്കാം. എന്തൊക്കെയാ പറയാ? യു ഷുഡ്, നിങ്ങൾ അത് ചെയ്യണം. അല്ലെങ്കിൽ യു മേ ചൂസ്, ഡോണ്ട് ഫർഗെറ്റ് ടു, അത് ഇത് ചെയ്യാൻ മറക്കരുത്. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു, യു ആർ ഫ്രീ ടു, ബി കെയർഫുൾ. പിന്നെ എന്തൊക്കെ നമുക്ക് പറയാം? യു മേ ആഡ്, നമ്മൾ കുക്ക് ചെയ്യാണല്ലേ, അപ്പൊ നമുക്ക് യു മേ ആഡ്, അല്ലെങ്കിൽ യു ഷുഡ് ദെൻ, അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ യു ഷുഡ് ദെൻ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് വരുന്നത്. ഇനി നമുക്ക് ഈ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു റെസിപ്പി പറയാൻ നോക്കാം. യു ഷുഡ് ഫസ്റ്റ് കളക്ട് ദ നെസസറി ഇൻഗ്രീഡിയൻസ്. യു ഷുഡ് ടേക്ക് എ കപ്പ് ഓഫ് വാട്ടർ ഇൻ എ പാൻ ആൻഡ് ഹീറ്റ് ഇറ്റ് അൺടിൽ ഇറ്റ് ബോയിൽസ്. അപ്പോൾ ഒരു പാനിൽ ഒരു കപ്പ് വെള്ളം എടുത്ത് അത് തിളയ്ക്കുന്നത് വരെ ചൂടാക്കുക. ദെൻ ആഡ് ടീ ലീവ്സ് ആൻഡ് ഷുഗർ. അതിനുശേഷം ചായപ്പൊടിയും പഞ്ചസാരയും ഇടുക. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ആഡ് മിൽക്ക് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ അതിനുശേഷം പാലൊഴിക്കുന്നതാണ് മോർ അഡ്വൈസബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് അഡ്വൈസബിൾ എന്നുള്ളൊരു എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്തു. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്റ്റിർ വെൽ. ബി കെയർഫുൾ ടു ടേൺ ഓഫ് ദ സ്റ്റവ് വെൻ ദ ടീ ഈസ് റെഡി. എൻജോയ് ദ ടീ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ റെസിപ്പി പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ തരം എക്സ്പ്രഷൻസും യൂസ് ചെയ്തിട്ടുണ്ട്. യു ഷുഡ് ഫസ്റ്റ്, യു ഷുഡ് ടേക്ക്, ദെൻ ആഡ്, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു, ഡോണ്ട് ഫർഗെറ്റ് ടു, ബി കെയർഫുൾ. ഈ വാക്കുകളൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ, ഒരാളോട് ഒരു കാര്യം ചെയ്യാനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ്. ഇനി അടുത്തത് എന്താണ് വരുന്നത്? നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ദ യങ് മാൻ ഇൻ വില്ലേജ് ഓഫ് വാട്ടർമിൽ റീച്ചസ് ദ വില്ലേജ് ആൻഡ് മീറ്റ്സ് ദ ചിൽഡ്രൻ. അപ്പൊ നമ്മൾ വില്ലേജ് ഓഫ് വാട്ടർമിൽസ് എന്ന സിനിമ കണ്ടു അല്ലെ. അതിലെ യങ് മാൻ ആ വില്ലേജിൽ പോയിട്ട് കുട്ടികളെ കാണുകയാണ്. Feeling a little confused about the route, he asks for directions to the first watermill. അപ്പം ആ ഡിറക്ഷനെ പറ്റിയ ഒരു കൺഫ്യൂഷൻ ആയിട്ട് അദ്ദേഹം ആ വാട്ടർമില്ലിലേക്ക് പോകാനുള്ള വഴി ചോദിക്കുകയാണ്. If you were one of the children, how would you assist him in finding the watermill? നിങ്ങളാണ് ആ കുട്ടിയെങ്കിൽ ആ വാട്ടർമിൽ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് യങ് മാനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The first 2 instructions are given below. അപ്പൊ ആദ്യത്തെ 2 ഇൻസ്ട്രക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? Turn left after the first bridge. ആദ്യത്തെ പാലം കഴിയുമ്പോൾ ടേൺ ലെഫ്റ്റിലേക്ക് തിരിയാം. അതിനുശേഷം കണ്ടിന്യൂ സ്ട്രെയിറ്റ് ഓൺ അൺടിൽ യു കം ടു ദ ഫസ്റ്റ് വാട്ടർമിൽ. ആദ്യത്തെ വാട്ടർമിൽ എത്തുന്നത് വരെ നടക്കുക, കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നുണ്ട്. ബാക്കി നമുക്ക് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ നോക്കാം. വോക്ക് പാസ്റ്റ് ദ സ്മോൾ ഹട്ട് നിയർ ദ റിവർ. ആ റിവറിന് അടുത്തുള്ള ആ ചെറിയ കുടിലിനടുത്തൂടെ നടന്നു പോവുക. കീപ് ഗോയിങ് അലോങ് ദ റിവർ സൈഡ് പാത്ത്. നദിയുടെ അടുത്തുള്ള വഴിയിലൂടെ നടന്നു പോവുക. യു വിൽ ഫൈൻഡ് ദ വാട്ടർമിൽ ഓൺ യുവർ ലെഫ്റ്റ്. നിങ്ങളുടെ ഇടതുവശത്ത് നിങ്ങൾക്ക് വാട്ടർമിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുക. സം എക്സ്പ്രഷൻസ് ഫോർ പ്രൊവൈഡിംഗ് ഡിറക്ഷൻസ് ആർ ഗിവൺ ബിലോ. അപ്പൊ നമുക്ക് ഡിറക്ഷൻ കൊടുക്കാനായിട്ട് എന്തൊക്കെ തരം എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന എക്സ്പ്രഷൻ ആണ് കണ്ടത്. ഇവിടെ നമുക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് പറയാം? ടേൺ റൈറ്റ് വെൻ യു റീച്ച്. നിങ്ങൾ എത്തുമ്പോൾ റൈറ്റ് വലത്തോട്ട് തിരിയുക. പ്രൊസീഡ് ടു ദ എൻഡ് ഓഫ്. അതിന്റെ അറ്റത്തേക്ക് പോവുക അല്ലെങ്കിൽ അവസാനത്തേക്ക് പോവുക എന്ന് പറയുന്നതിനാണ് പ്രൊസീഡ് ടു ദ എൻഡ് ഓഫ് എന്ന് പറയുന്നത്. വോക്ക് പാസ്റ്റ്. കീപ് ഗോയിങ് അൺടിൽ യു ഫൈൻഡ്. നിങ്ങൾ അത് കാണുന്നത് വരെ നടക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാൻഡ്മാർക്ക് പറഞ്ഞ് സ്കൂൾ ആണെന്നെങ്കിൽ സ്കൂൾ കാണുന്നത് വരെ നിങ്ങൾ നടക്കുക എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം കീപ് ഗോയിങ് അൺടിൽ യു ഫൈൻഡ് ദ സ്കൂൾ എന്ന് പറയാം. ഗോ സ്ട്രെയിറ്റ് അഹെഡ്. നേരെ നടക്കുക. ടേക്ക് ദ സെക്കൻഡ് ലെഫ്റ്റ്. ടേൺ റൈറ്റ് അറ്റ് ദ ജംഗ്ഷൻ. വോക്ക് പാസ്റ്റ് ദ പാർക്ക്. ഇതൊക്കെ നമുക്ക് ഡിറക്ഷൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാവുന്ന എക്സ്പ്രഷൻസ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ഗ്രാമർ ആക്ടിവിറ്റീസും ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയോട് കൂടിയിട്ട് 8ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും അതിലെ എല്ലാ ആക്ടിവിറ്റീസും ഗ്രാമർ പോർഷൻസും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എക്സാം സ്പെഷ്യൽ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.